ആ സംശയങ്ങൾ പരമ്പരയിലേക്ക് പകർന്നു. അങ്ങനെ എല്ലാവരിൽ നിന്നും വിശ്വാസം മറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരു എന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ഏകത്വത്തിൻ്റെ ആ ദൈവികമായിട്ടുള്ള ഒരു ഒത്തൊരുമയിൽ നിൽക്കാനുള്ള കാര്യത്തെ വിസ്മരിച്ചപ്പോൾ പിന്നെ എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പരമ്പരയിൽ നിന്ന്? ഗുരു എന്ന് പറയുന്ന ആ വെളിച്ചത്തെ, ഇപ്പോൾ ശിഷ്യപൂജ, ഞാനൊന്നും ഒരിക്കലും ഇപ്പോൾ ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഈ പ്രശംസിക്കുന്നത്. ശിഷ്യപൂജിതയിലൂടെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവ സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കി ശിഷ്യപൂജിതയിലൂടെ പ്രവർത്തിക്കുന്നത് എന്താണ്? ആ ഗുരു തുറന്നു വെച്ച, നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു മനുഷ്യരാശിയിൽ തുറന്നു വെച്ച, മനുഷ്യരാശിയിലേക്ക് കൊണ്ടുവന്ന, ആ മനുഷ്യരാശിയിലേക്ക് അടുപ്പിച്ചെടുത്ത ആ പരമപ്രകാശത്തെ, ആ അതേ പ്രകാശ ജ്യോതിയെ പിന്തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗുരുമാർഗത്തിൻ്റെ അവകാശി, ഒരു ശിഷ്യ പൂജിത. അപ്പോൾ ആ ഒരു ശിഷ്യ പൂജിതയിലൂടെ നടക്കുന്ന പ്രവൃത്തിയെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. അല്ല, ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തിയെക്കാളും, വ്യക്തി ബഹുമാന്യനാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേഴ്സണലായിട്ട് അത് മാനിക്കുന്നെങ്കിലും അതിൻ്റെ മാന്യത, നമ്മുടെ പേഴ്സണലായിട്ടുള്ള മാന്യതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഓരോരുത്തരും അവരവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു മാന്യത. പക്ഷേ ഞാൻ പബ്ലിക്കിനോട് പറയുമ്പോൾ ആ ശിഷ്യപൂജയിലൂടെ നടക്കുന്ന ആ പ്രവൃത്തിയെയാണ് ഞാൻ മാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാനിക്കേണ്ടത്. ആ ദൈവികമായിട്ട് ഗുരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ പ്രകാശധാരയെ, അതിൻ്റെ ആ പ്രകാശധാരയിൽ ഈ കർമ്മസഞ്ചയങ്ങളും കർമ്മദോഷങ്ങളും ഇതെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കുന്ന ആ പ്രോസസ്സിന്, അങ്ങനെ പൈശാചികത്വങ്ങളും നെഗറ്റിവിറ്റിയും എല്ലാം കഴുകിക്കളഞ്ഞ് ഒന്നായിട്ടിരിക്കാൻ, എല്ലാവർക്കും ഒന്നായിട്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അനുസരിക്കാനും പ്രവർത്തിക്കാനും സഹകരിക്കാനും സംഘടിക്കാനും ഉള്ള ഒന്ന്, ഏകം, ആ ഒന്നെന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ആ പ്രവർത്തനത്തെ സംശയിക്കുക, അതിനെ എതിരെ സംസാരിക്കുക, അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന ഈ നന്മയൊക്കെ നമ്മളിങ്ങനെ പോയി പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു, വിശ്വസിച്ചു, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന നന്മയൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരാൾ ഇതുപോലെ ഫുട്ബോൾ കളിക്കുന്നു, കുറേ ആൾക്കാർ, അപ്പോൾ അയാൾ വളരെ നിരാശനായി, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിച്ചതിന് ശേഷം വന്ന് പറഞ്ഞു, നല്ല ആനന്ദമായിരുന്നു, ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നു. അപ്പോൾ ഈ നിരാശനായിട്ടിരിക്കുന്ന വ്യക്തി ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് ആ ആനന്ദം കിട്ടാൻ വേണ്ടി. അപ്പോൾ അയാൾ ഫുട്ബോൾ കളിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് ആനന്ദമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഈ ഫുട്ബോൾ കളിയിൽ പൂർണ്ണമായിട്ട് മുഴുകുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് ആനന്ദം. ആനന്ദം എവിടെ എന്ന് പറഞ്ഞാൽ ആ കളിയിൽ മുഴുകിയ ആൾ ആനന്ദത്തിൻ്റെ പിറകെയായിരുന്നു, ഫുട്ബോൾ കളിയിൽ മുഴുകിയില്ല, അപ്പോൾ അയാൾക്ക് ആനന്ദം ലഭിച്ചില്ല എന്ന് പറയുന്നത് പോലെ ഈ ഗുരുവിനെ വിശ്വസിക്കുന്നത്, നമസ്കരിക്കുന്നത്, ഇതെല്ലാം ഹോൾ ഹാർട്ടഡായിട്ട്, സംശയമില്ലാതെ, ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഭക്തിസാന്ദ്രമായി ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനമാണ്, നാച്ചുറലായിട്ടുള്ള പരിവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും എല്ലാം.